എറണാകുളം ചോറ്റാനിക്കരയിൽ ക്രൂരപീഡനത്തിനിരയായി മരിച്ച പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ പോലീസ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചു എന്നുള്ളത്. ഇതിൽ പ്രതിക്കെതിരെ കൂടുതൽ കുറ്റം അല്ലെങ്കിൽ കൊലപാതകം അടക്കമുള്ള കുറ്റം ചുമത്തണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. അതിലെ കൂടുതൽ വിവരങ്ങൾ കൂടി അതിൽ നിർണായകമാകും. അപ്പോൾ എപ്പോഴാണ് ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്നത്? ഇന്നത്തെ നടപടികളൊക്കെ ഏത് രീതിയിലാണ്? സ്വാതി, ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനായി പോലീസ് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെ അത് സാധ്യമായില്ല. ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയായപ്പോൾ വൈകുന്നേരം 6:30 പിന്നിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. 8 മണിയോടുകൂടി മൃതദേഹം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. 8:30 തന്നെ പോസ്റ്റ്മോർട്ടം ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് പോലീസിൻ്റെ അനുമാനം. മാത്രമല്ല, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ പ്രതി അനൂപിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുകയുള്ളൂ. നിലവിൽ ഇയാൾക്കെതിരെ നരഹത്യക്ക് വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിലും അത് കൊലപാതകം അടക്കമുള്ള കുറ്റങ്ങളിലേക്ക് മാറ്റേണ്ടതുണ്ട്. മാത്രമല്ല, ഇയാളെ ഈ പ്രതിയെ വിശദമായി തന്നെ പോലീസിനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇയാൾ നൽകിയിട്ടുള്ള മൊഴിയൊന്നും പോലീസ് ഇപ്പോഴും ഭാഗികമായി മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ. കാരണം ഇയാൾ പറയുന്നത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ താൻ അത് ഷാളറുത്ത് നിലത്തിട്ടതാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഒച്ച വെക്കാതിരിക്കാൻ വേണ്ടി വായും മൂക്കും പൊത്തിപ്പിടിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇയാൾ കരുതിക്കൂട്ടി നടത്തിയ ഒരു കൊലപാതകമാണോ ഇതെന്നുള്ള ഒരു കാര്യത്തിൽ പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയുടെ പശ്ചാത്തലം എടുത്തു നോക്കിയാലും അക്കാര്യം തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം പെൺകുട്ടിക്ക് അടുത്ത വർഷം ഈ 30 ലക്ഷം രൂപ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വരുമെന്നുള്ളത് പ്രതിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ മാതാവിനെ വകവരുത്താൻ പ്രതി പല ഘട്ടങ്ങളിലും ശ്രമം നടത്തിയിരുന്നു. അതിനുവേണ്ടി പ്രതി ഗൂഢാലോചന നടത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. പെൺകുട്ടിയുടെ മാതാവും ഇത് സംബന്ധിച്ചുള്ള പരാതി പോലീസിന് നൽകിയിട്ടുണ്ട്. കൂടാതെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ അന്ന് പ്രതി നീക്കം നടത്തിയിരുന്നു. അത് പെൺകുട്ടി എതിർക്കുകയും ചെയ്തിരുന്നു. അതിലുണ്ടായ ദേഷ്യം കൊണ്ടായിരിക്കാം പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും അതുതന്നെയാണ്, ആ രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതും. മറ്റൊന്ന്, ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ഇത്തരം വകുപ്പുകൾ പോലീസിന് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഈ പ്രതി അനൂപിനെ പോലീസിന് കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. ഇയാൾ പെൺകുട്ടിക്ക് കഴിഞ്ഞ 2 വർഷമായി ലഹരി നൽകി ആ കുട്ടിയെ അടിമയാക്കി നിർത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. കൂടാതെ പെൺകുട്ടിയുടെ സ്വർണവും പണവുമെല്ലാം പല ഘട്ടങ്ങളിലായി ഇയാൾ അപഹരിച്ചിരുന്നു. ഇക്കാര്യമെല്ലാം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. കൂടാതെ പെൺകുട്ടിയുടെ മരണമുണ്ടായപ്പോൾ ഇയാൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അടക്കം ഇയാൾ ഡിലീറ്റ് ചെയ്തിരുന്നു. അതിന് പിന്നിൽ എന്താണ് ഇയാളുടെ ചിതവികാരം എന്നുള്ളത് പോലീസ് പരിശോധിക്കുകയാണ്. കാരണം എന്തെങ്കിലും നിർണായകമായ തെളിവുകൾ അതിൽ നിന്നും ലഭിക്കാനുള്ള ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളടക്കം വീണ്ടെടുക്കാനുള്ള ഒരു നീക്കവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രതി അനൂപിനോ സഹായിച്ച 2 പേരെ കണ്ടെത്താനും പോലീസ് നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇയാളെ അവിടെ എത്തിച്ചത് ഇയാളുടെ സുഹൃത്തുക്കളായ 2 പേരാണെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അവരെ കേന്ദ്രീകരിച്ച പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇവർ 2 പേരും ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ കണ്ടെത്താനും പിടികൂടാനും പോലീസ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് ഈ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയും കൊലപാതക കുറ്റം പോലീസ് ചുമത്തിയിട്ടില്ല. കൊലപാതക കുറ്റം കൂടി പോലീസിന് ചുമത്തേണ്ടതായി ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രതി അനൂപിനെ കൂടുതൽ ദിവസം കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് 8 മണിയോടുകൂടി മൃതദേഹം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അതിനുശേഷം 8:30 പോസ്റ്റ്മോർട്ടം ആരംഭിക്കുക. 10 മണിയോടുകൂടി തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ കഴിയുമെന്നാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുക. സ്വാതി. ശരി സഹിൻ ആന്റണി, ഇന്നെന്തായാലും ആ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി അന്വേഷണം ഊർജിതമാക്കും എന്നും പോലീസ് പറയുന്നുണ്ട്.